Hello everybody. We are going to the text of Christian heritage found on page 93, readings on Kerala. Page 93 edutha madi, we will go through the text. So we find when I looked out of the road, there was a head bobbing up near the gate. Who is that? I asked dubiously. Just here to see you. So basically, ഗേറ്റിൽ ഒരാളെ കാണാനുണ്ട്. ആരാന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. കം ഇൻ. അങ്ങനെ വന്നു. So you have to describe this person. His name is Kochudommi. How is he described? He's a brown-skinned person, black rosewood, sinewy body. His hard work has calloused his palms. അപ്പോൾ അങ്ങനെ കൈയൊക്കെ നല്ലവണ്ണം ഇങ്ങനെ തഴമ്പൊക്കെ പിടിച്ചിരിക്കുകയാണ്. Please be seated. അങ്ങനെ ചെയറിലിരിക്കാൻ പറയുന്നു. Visitor didn't sit. He stood there looking confused. He sat down reluctantly as I insisted. അങ്ങനെ ഞാൻ നിർബന്ധിച്ചു. അങ്ങനെ കൊച്ചുതോമി ഇരുന്നു. What are you fear? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? I've read you a lot. I've read a lot about you. And I thought I should meet you at least once. And I thought I should definitely see you. നമുക്കുണ്ടല്ലോ ഇതേപോലെ when we want to see even a movie star or a author or a cinema star. And suppose we immediately see the person, we might even try to get their autograph. We have got lots of ideals about that person in our mind. So when we see the person, naturally we are thrilled. So Kochudommi is thrilled to see Vaikam Muhammad Bashir. So who's Kochudommi? He was a Christian from Changanasheri. Kochudommi was settled in Malabar for 8 to 9 years. An industrious labor, had planted coffee and black pepper plants. Wife was no more. 9 children, 4 sons, 5 daughters. Daughters were married off. Sons had settled with their families. അപ്പോൾ കൊച്ചുതോമി ഈ കർഷകൻ മലബാർ ഏരിയയിലായിരുന്നു 8-9 വർഷം. അങ്ങനെ ഹി വാസ് എ വെരി ഹാർഡ് വർക്ക്. കാപ്പി അതേപോലെ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് ഒക്കെ ആയിരുന്നു നട്ടിരുന്നത്. ഭാര്യയില്ല. ഇപ്പോൾ 9 മക്കൾ, 9 മക്കൾ, 4 ആൺമക്കളും 5 പെൺമക്കളും. ഡോട്ടേഴ്സ്, പെൺമക്കൾ കല്യാണം കഴിഞ്ഞു. ആൺമക്കൾ അവരുടെ ഫാമിലീസായിട്ട് സെറ്റിൽ. സോ ദിസ് practically no problem. He is basically not what we know as he has not come to Bashir's house to ask for money or anything like that. അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് അറിയാം ത്രൂ ദ കോൺവെർസേഷൻ. ഹി വാസ് ഹോസ്പിറ്റലൈസ്ഡ് ഫോർ കഴിഞ്ഞ മാസം, ഒരു മാസമാണോ അല്ല ഏകദേശം ലാസ്റ്റ് മന്ത്. ഹി വാസ് ഹോസ്പിറ്റലൈസ്ഡ് ലാസ്റ്റ് മന്ത്. അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്തായാലും വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണണം എന്ന് തോന്നി. അങ്ങനെ ഹീസ് കമ്മിങ് ഓവർ. ഐ ഫെൽ സോ പ്രൗഡ്. എ ക്രിസ്ത്യൻ മാൻ ഹാഡ് കം ടു മീറ്റ് എ മുസ്ലിം മാൻ. I called out to Fabi for tea. അങ്ങനെ ഞാൻ ഫാബി എൻ്റെ ഭാര്യയോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി ആൻഡ് തലയോലപ്പറമ്പ് ആർ നോട്ട് വെരി ഡിസ്റ്റൻറ്റ് ഫ്രം ഈച്ച് അതർ. എ ക്രിസ്ത്യൻ ആൻഡ് എ മുസ്ലിം ആർ നോട്ട് ഫാർ ഫ്രം ഈച്ച് അതർ. വി സ്പോക്ക് ഫോർ എ ലോങ് ടൈം. തലയോലപ്പറമ്പ് അതേപോലെ ചങ്ങനാശ്ശേരി ഇതൊന്നും അങ്ങോട്ട് വലിയ ദൂരമൊന്നുമില്ല. അതേപോലെ ഒരു ക്രിസ്ത്യനും മുസ്ലിമും എന്ത് ദൂരമുള്ള ഒരു ദൂരവുമില്ല. ഇവർ ബോത്ത് ആർ ഹ്യൂമൻ ബീങ്സ്. We spoke for a long time, exchanged stories from Changanasheri, Thalayolaparamba, Vaikam. We laughed for a long time. Tea arrived in between. We drank it, talked, resumed. We talked about the market value of rubber, black pepper, coffee. Time just passed. അങ്ങനെ സംസാരിച്ച് നമ്മൾ അറിഞ്ഞില്ല. It became dark. He seemed to have no plans of leaving. അങ്ങനെ പോകാനൊന്നും തോന്നില്ല. Lights turned on in the sit out. Talks continued even after supper. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഭക്ഷണം കഴിക്കാൻ വന്നു. പിന്നെയും സംസാരം തന്നെ. It's late into the night. Why don't you stay in? ഇവിടെ നിന്നോളൂ. കൊച്ചുതൊമ്മി വാസ് എ ബിഗ് യെസ്. ഓ ഷുവർ, ഞാൻ നിന്നോളാം. അങ്ങനെ ഫാബി spread out a mat in the reading room. Christian Heritage in India by Sri John Ochenthurath served as his pillow. അങ്ങനെ അവിടെ ഒരു പായ വിരിച്ചു റീഡിങ് റൂമിൽ. റീഡിങ് റൂം സാധാരണ ഈ വെറാൻഡയുടെ തൊട്ട് അടുത്തുള്ള ഒരു റൂമാണ്. അവിടെ കിടക്കാൻ പോകുന്നു. അപ്പോൾ തലണയായിട്ട് ഒരു പുസ്തകമാണ് വെച്ചത്. പുസ്തകത്തിൻ്റെ പേരാണ് ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഇൻ ഇന്ത്യ ബൈ ശ്രീ ജോൺ ഓച്ചന്തുരത്ത്. ശ്രീ ജോൺ ഓച്ചന്തുരത്ത് മറ്റേ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ ബുക്കാണ് തലണയായിട്ട് വെച്ചത്. I could hear him snoring shortly after. അങ്ങനെ
കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കോലായിൽ വന്നപ്പോൾ ഇയാൾ നമ്മുടെ കൊച്ചു തൊമ്മി നല്ല ഉറക്കത്തില്ല റീഡിങ് റൂമിൽ കൂർക്കം വലിക്കുക. ദ നെക്സ്റ്റ് ഡേ തൊമ്മി ലെഫ്റ്റ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ രാവിലത്തെ പ്രാതൽ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. വെൻ ഐ ഗേവ് ഹിം 10 rupees ആസ് വേ ഫെയർ ഹി ഡിഡ്ന്റ് റിഫ്യൂസ്. ഞാൻ 10 രൂപ കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു പാവപ്പെട്ടവനല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു 10 റുപ്യ ഇരിക്കട്ടെ അവന് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. വാവ്, ദാറ്റ്സ് വണ്ടർഫുൾ ഐ തോട്ട്. അത് വാങ്ങി എ റിലേറ്റീവ്. അത് വാങ്ങിയല്ലോ എൻ്റെ അടുത്ത് നിന്ന്. സോ ഹീസ് എ ഹ്യൂമൻ ബീങ്. നമ്മൾ കുറേ സംസാരിച്ചിട്ട് ആ പൈസ അങ്ങ് വാങ്ങിയല്ലോ. അങ്ങനെ കഥ കഴിഞ്ഞു. എ റിലേറ്റീവ് ഓഫ് മൈ സൺ ഇൻ ലോ കെയിം ഹോം ആഫ്റ്റർ 2 weeks. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മരുമകൻ്റെ ഫ്രണ്ട് വന്നു, റിലേറ്റീവ് വന്നു. ക്രിസ്ത്യൻ ഹെറിറ്റേജ് വാസ് ടു സെർവ് അഗൻ ആസ് എ പില്ലോ. വീണ്ടും റീഡിംഗ് റൂമിലാണ് താമസിക്കുന്നത് ഇയാൾ. വീണ്ടും പില്ലോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യൻ ഹെറിറ്റേജ് പുസ്തകമാണ്. വെൻ ഫാബി ഓപ്പൺ ദ ബുക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭാര്യ വന്നു. ഭാര്യ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്, ആ റൂം ഒതുക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ഈ പുസ്തകം എടുത്തു. സംതിങ് ഫെൽ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് എന്തോ വീണു. 2 fresh 100 rupee നോട്ട്സ്. അന്ന് 200 രൂപ എന്നത്തെ കാലമാണെന്ന് ഓർക്കണേ. വി ആർ ടോക്കിംഗ് അബൌട്ട് 1908 to 1994, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാലം. അപ്പോൾ അതിൽ ആ സമയത്ത് 10 gram ഗോൾഡ് 1960s 100 രൂപയായിരുന്നു. അപ്പോൾ 2 പവൻ, അത് 2 പവൻ തങ്കം, 2 പവൻ തങ്കം മേടിക്കാവുന്ന എമൗണ്ടാണ് ഈ കൂലിക്കാരെന്ന് പറയുന്ന കൊച്ചു തൊമ്മി പുസ്തകത്തിനിടയിലിട്ടത്. എന്നിട്ട് പോലും വൈക്കം മുഹമ്മദ് ബഷീർ 10 രൂപ കൊടുത്തപ്പോൾ അത് വാങ്ങി. സോ ദിസ് ഇസ് ഇൻ ഫാക്ട് ദി റിയൽ ബോണ്ട് ബിറ്റ്വീൻ two human beings, where we see that even if it's a 10 rupee note, the other person accepts it, although that person has left 2 fresh 100 rupee notes in the book as a sort of maybe thanks ആയിരിക്കാം, അല്ലെങ്കിൽ as a sort of reverence അല്ലെങ്കിൽ respect for this great writer. ഈ 200 രൂപയുടെ നോട്ട് വെച്ചതായിരിക്കും. പക്ഷേ ദിസ് ഇസ് humaneness and this is humanity, and this is basically what the story Christian Heritage is talking about, that people should actually have this universal love and everyone should espouse humanity. നിങ്ങൾ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യണം. ക്ലാസ് നല്ലതാണോ അല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് യു നോ മൈ റേറ്റിംഗ് കൻ ഗോ അപ്പ്. താങ്ക് യു വെരി മച്ച്. പ്ലീസ് ഡു ഫോർവേഡ് ദിസ് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ.